അഗ്നി മുറിയിൽ ചെന്നപ്പോൾ ദേവ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലിരിക്കുകയായിരുന്നു. രുദ്ര എന്തൊക്കെയോ ദേവയോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ദേവ എല്ലാത്തിനും ചിരിയോടെ മറുപടി നൽകുന്നുമുണ്ട്. അച്ഛേ, അവൾ അഗ്നിയെ കണ്ടത് മോടിച്ചെന്നു. അവനവളെ പൊക്കിയെടുത്തു. എന്താ അച്ഛയുടെ കുഞ്ഞ് വലിയ കാര്യത്തിൽ അമ്മയോട് പറയുന്നത്? അതുണ്ടല്ലോ, മോള് പറയുമായിരുന്നു മോളും അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനും കൂടി വെള്ളം കാണാൻ പോവാന്ന്. വെള്ളം കാണാനോ? കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. ബീച്ചിൽ പോകണമെന്നാ അവള് പറയുന്നേ. ദേവ അവനെ നോക്കി പറഞ്ഞു. ഓ, ബീച്ചിൽ പോകാനാണോ കുഞ്ഞ്? അവിടെ ഉണ്ടല്ലോ കളിച്ചണ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ മോക്കെങ്ങനെ അറിയാം? മോള് TV-യിൽ കണ്ട്. പിന്നെന്താ, ഇന്നിനി വേണ്ട, രാത്രിയായില്ലേ. ഇനി പോയാൽ മോക്ക് കളിക്കാനൊന്നും പറ്റില്ല. നമുക്ക് നാളെ വൈകിട്ട് പോകാം. അച്ഛൻ വൈകിട്ട് നേരത്തെ വരാം, പോരെ? അവൻ അവളെ നോക്കി ചോദിച്ചു. ദേ, അവള് ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു. അവനും അവളുടെ മുഖത്ത് ചുംബിച്ചു. അമ്മച്ചും കൊതുക്ക്. എന്ത്? അവൻ ഞെട്ടി ചോദിച്ചു. ഉമ്മ. അച്ഛ രാവിലെ അമ്മ ഉമ്മ വെച്ചില്ലേ? അവൾ ചോദിച്ചതും അഗ്നി ദേവയെ നോക്കി. മറ്റു പ്രശ്നങ്ങൾ വന്നതുകൊണ്ടും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലും അവർ രണ്ടുപേരും ആ കാര്യം മറന്നുപോയിരുന്നു. കൊതുക്കച്ചേ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും നൂഴിന് താഴേക്കിറങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അത് മോളെ, അച്ഛ പിന്നെ കൊടുത്തോളാം. അവൻ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. ദേവയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളും അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. മോള് വാ, നമുക്ക് ലാപ്ടോപ്പിൽ സിനിമ കാണാം, അഗ്നി അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. പോ, വേണ്ട. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മാറിപ്പോയി ഒരു മൂലയിൽ കൈയും മാറിൽ കെട്ടി നിന്നു. അച്ഛയോട് മിണ്ടില്ലേ എൻ്റെ കുഞ്ഞെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയിട്ട് അങ്ങനെ തന്നെ നിന്നു. വാ, അമ്മയുടെ കൂടെ കളിക്കാം. ദേവ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ എടുക്കാൻ തുടങ്ങി. അവൾ ദേവയുടെ കൈയും തട്ടി മാറ്റി. അഗ്നി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പൊക്കിയെടുത്തു. വേണ്ട, മോള് മിണ്ടില്ല. അതെന്താ കുഞ്ഞി അച്ഛയോടും അമ്മയോടും മിണ്ടാത്തത്? മോള് പറഞ്ഞിട്ട് അച്ഛക്ക് കേട്ടില്ലല്ലോ. അത് അച്ഛ പിന്നെ കൊടുത്തോളാം, ഇപ്പം വേണ്ട. വേണ്ട. വേണം. വേണ്ട. പറയുന്നത് കേൾക്ക് കണ്ണാ, വേണ്ട. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങി കട്ടിലിൻ്റെ ഒരു സൈഡിൽ ചെന്നിരുന്നു. കണ്ണാ വാ, അമ്മയല്ലേ വിളിക്കുന്നേ? അവളെ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് താഴേക്ക് പോയി. വിട്ടേക്ക് ദേവാ, അവൾ കുറച്ചു കഴിഞ്ഞ് ശരിയായിക്കോളും. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സുമായി കുളിക്കാൻ കയറാൻ തുടങ്ങി. ദേവാ, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. അത് ദേവ, നേരത്തെ നടന്നത്, അത് വലിയമ്മയുടെയൊക്കെ സ്വഭാവം അങ്ങനെയാ. ദേവയ്ക്കത് മനസ്സിലായി കാണുമല്ലോ. അവർ പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കാം. വേണ്ട, സാരമില്ല. മുത്തശ്ശി പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ മോളെ മറന്നിട്ട് എങ്ങനെ എങ്ങനെ പോകുന്നൊക്കെ ചിന്തിച്ചു. വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാ പെട്ടെന്ന്. മോളെ മാത്രമേ ദേവ ഇവിടെ മിസ് ചെയ്യുള്ളോ? പോകുമ്പോൾ വേറെ ആരെയും മിസ് ചെയ്യില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് കുളിക്കണം, അവൾ പറഞ്ഞുകൊണ്ട് നടന്നു. ദേവ, അവൻ വീണ്ടും വിളിച്ചതും അവൾ നിന്നു. എന്നാൽ ഈ തവണ അവൾ അവനെ നോക്കിയില്ല. അത് ഞാൻ നേരത്തെ അറിയാതെ, അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാ. സോറി, ഞാൻ തന്ന വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വന്നു. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറി. അവൾ പോകുന്നത് നോക്കിയിരുന്നു. 2 വർഷമല്ല ദേവ, 2 ജന്മം കഴിഞ്ഞാലും നീ എന്നിൽ നിന്നും അകന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഓരോ നിമിഷവും എൻ്റെ പ്രാണനായി മാറുകയാണ്. അറിയാതെയല്ല പെണ്ണെ ഞാൻ നിന്നെ കിസ് ചെയ്തത്, അറിഞ്ഞുകൊണ്ട് തന്നെയാ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. അതെ, മോള് ആഹാരം കഴിക്കുന്നില്ല, ഒന്ന് വരുമോ? ദേവ അഗ്നിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവളെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയേ, എന്നിട്ട് ആ ഫുഡ് കൂടി എടുത്തിട്ട് വാ. അവളൊന്ന് മൂളിക്കൊണ്ട് താഴേക്കിറങ്ങി. രുദ്ര മുറിയിലേക്ക് വന്നു. കൈ 2 മാറിൽ കെട്ടിയിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് രുദ്ര. രുദ്രക്കുട്ടി, ഇങ്ങോട്ട് വന്നേ, അച്ഛ ചോദിക്കട്ടെ. വേണ്ട. വേണം, വന്നേ. അവൻ വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞി എന്താ ആഹാരം കഴിക്കാത്തത്? ദേ കഴിച്ചേ. അവൻ അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി ആഹാരം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. അവൾ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്താ എൻ്റെ രുദ്രക്കുട്ടിക്ക് ഇത്ര പിണക്കം? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അച്ചമ്മയ്ക്ക് ഉമ്മ കൊത്തില്ലല്ലോ. മോള് മിണ്ടില്ല. അത് കേട്ടതും അവൻ ദേവയെ നോക്കി. മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നാളെ നമുക്ക് ബീച്ചിൽ പോവണ്ടേ? നമുക്ക് വെള്ളം കാണണം, കളിക്കണം. അപ്പോൾ ഈ ഫുഡ് കഴിച്ചേ, എങ്കിലേ അച്ഛൻ കൊണ്ടുപോകുള്ളൂ. അവൻ അവൾക്ക് നേരെ ഫുഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട. അവൾ കൈ തട്ടി മാറ്റി പറഞ്ഞു. ബീച്ചിൽ പോവണ്ടേ? വേണ്ട. കളിക്കണ്ടേ നമുക്ക് വെള്ളത്തിൽ? വേണ്ട വേണ്ട വേണ്ട. കഴിക്കും മോളെ, വിശന്നിരിക്കാതെ. എന്തിനാ കുഞ്ഞിങ്ങനെ വാശി പിടിക്കുന്നേ? വേണ്ട, എനിക്ക് വേണ്ട. അവൾ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ശരി, അമ്മയ്ക്ക് അച്ഛൻ ഉമ്മ കൊടുത്താൽ മോൾ ആഹാരം കഴിക്കോ?
കഴിച്ചു. ശരി, അച്ഛ കൊടുക്കാം. അവൻ പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് ടേബിളിൽ വെച്ചിട്ട് എഴുന്നേറ്റു. ദേവ അവനെ നോക്കി. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ വിയർക്കാൻ തുടങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു നിന്നു. അവളുടെ മുഖം കയ്യിലെടുത്തു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് അലഞ്ഞു നടക്കുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒഴുകി വന്ന അവളുടെ കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റി. രുദ്ര അത് കണ്ട് കൈകൊട്ടി ചിരിച്ചു. അപ്പോഴാണ് അവർക്കും ബോധം വന്നത്. അവൻ അവളിൽ നിന്നും അകന്നു മാറി രുദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഇനി കഴിച്ചേ. അവൻ അവൾക്ക് നേരെ ആഹാരം നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വാ തുറന്നു. അവൻ അവൾക്ക് വാരി കൊടുത്തു. ദേവ അത് നോക്കി നിന്നു. അവൾക്ക് അവളുടെ അച്ഛനെ ഓർമ്മ വന്നു. എന്നും തനിക്കെന്നും പറഞ്ഞ ഒരു ഉരുള അച്ഛൻ മാറ്റി വെക്കുമായിരുന്നു. തനിക്ക് വാരി തരുമായിരുന്നു. അമ്മയോട് പിണങ്ങി ആഹാരം കഴിക്കാതെ കയറി കിടക്കുമ്പോൾ അച്ഛൻ ചോറുമായി വരും, തന്നെ കഴിപ്പിക്കും. എന്നിട്ടേ അച്ഛൻ ആഹാരം കഴിക്കുള്ളൂ. ഇന്ന് ആ കരങ്ങൾ തൻ്റെ അടുത്തില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ഏങ്ങലടികൾ കേട്ടാണ് അവൻ അങ്ങോട്ടേക്ക് നോക്കിയത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. വാ, ദാ കഴിക്ക്. അവൻ അവൾക്ക് നേരെ ഒരു ഉരുള നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, കഴിക്ക് ദേവാ. അവൻ വീണ്ടും നീട്ടിക്കൊണ്ട് പറഞ്ഞു. കഴിച്ചമ്മ. രുദ്രയും പറഞ്ഞതും അവൾ വാ തുറന്നത് വാങ്ങി കഴിച്ചു. നീ പോയി ആഹാരം കഴിക്ക്, ഞാൻ ഇവൾക്ക് കൊടുത്തോളാം, ചെല്ല്. അവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. പറയുന്നത് കേൾക്ക് ദേവാ. നീ ആഹാരം കഴിച്ചിട്ട് വന്ന് ഇവളെ ഉറക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അവൻ വീണ്ടും പറഞ്ഞതും അവൾ മോളി തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി. അവൻ കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്ത് അവളെ വായും മുഖവും കഴുകിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ദേവ ആഹാരം കഴിച്ചിട്ട് വന്നതും രുദ്ര ഉറങ്ങിയിരുന്നു. അവൾ ഉറങ്ങി. നീ കിടന്നോ, ഞാൻ കഴിച്ചിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങിയതും അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ രുദ്ര നല്ല ഉറക്കമായിരുന്നു. അഗ്നിക്ക് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് അവൻ രാവിലെ എഴുന്നേറ്റു. അവൻ നോക്കിയപ്പോൾ രുദ്രയും ദേവയും നല്ല ഉറക്കമാണ്. രുദ്രയെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് ദേവ. ദേവയുടെ കൈക്കുള്ളിൽ ചുരുണ്ടുകൂടി അവളുടെ ചൂട് പറ്റി കിടക്കുകയാണ് രുദ്ര. അവൻ രുദ്രയുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ദേവയെ നല്ല ഉറക്കമായിരുന്നു. അവൻ ദേവയുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും രുദ്രയെ ചേർത്ത് പിടിച്ചു കിടന്നു. അവൻ കുളിച്ചിട്ട് മുണ്ടും മാത്രം ഉടുത്തുകൊണ്ട് ഇറങ്ങിയതും ദേവ എഴുന്നേറ്റ് കട്ടിലിരുന്നു. അവൻ അതൊന്നും അറിയാതെ ഓഫീസിലെ ഫയലും മറ്റുമൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. മുണ്ടുടുത്തിട്ടുണ്ട്. സ്വർണ്ണമാല അവൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടപ്പുണ്ട്. കുളിച്ചിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഇപ്പോഴും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തലമുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലേക്ക് വീഴുന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് എന്തൊക്കെയോ തിരയുകയാണ്. എന്തിനോ കട്ടിലേക്ക് നോക്കിയ അവൻ്റെ കണ്ണുകൾ തന്നെ ഇമച്ചിമാതെ നോക്കുന്ന അവളിലേക്ക് ചെന്നെത്തി. ഒരു ബനിയനും പലാസോ പാൻറ്റുമാണ് വേഷം. തലമുടിയെല്ലാം വാരിക്കെട്ടി ബണ്ണിട്ടിരിക്കുകയാണ്. അവൻ ഇട്ടുകൊടുത്ത താലിമാല ബനിയന് മുകളിൽ അവളോട് മാറോട് ചേർന്ന് കിടപ്പുണ്ട്. എപ്പോഴും അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞിരുന്നു. അവൻ ഫയൽ ടേബിളിൽ വെച്ചിട്ട് യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതും നോക്കിയിരുന്നു. മാറണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവൻ്റെ മുടിയിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തുകൂടി ഒലിച്ച് താഴേക്കിറങ്ങുന്നത് അവൾ നോക്കി. കഴുത്തിലും നെഞ്ചിലെ രോമത്തിലും ഇപ്പോഴും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. അവൻ്റെ കണ്ണുകളും അവളിൽ ഓടി നടന്നു. എപ്പോഴോ തോന്നിയ നിമിഷത്തിൽ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവൾ അവൻ്റെ നഗ്നമായ പുറത്ത് അമർത്തി പിടിച്ചുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവളുടെ കഴുത്തിലെ ഞരമ്പുകൾ പോലും അവൻ കടിച്ചെടുക്കുന്നതായി അവൾക്ക് തോന്നി. തള്ളി മാറ്റാൻ അവളുടെ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സതിനെ സമ്മതിക്കുന്നില്ലായിരുന്നു. അവൻ്റെ തണുത്ത ശരീരത്തിൽ അവളുടെ ശരീരത്തിന്റെ ഇളം ചൂട് പടർന്നു. എന്നാൽ അവളുടെ ശരീരത്തിൽ അവൻ്റെ ശരീരത്തിലെ തണുപ്പ് പടരുന്നതായി അവൾക്ക് തോന്നി. വീണ്ടും ആ ചൂട് അറിയാനെന്നവണ്ണം അവൻ ബനിയനിടയിൽ കൂടെ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞു. ഏട്ടാ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു. അവൾ അവൻ്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു. അവൻ ഒരു കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി മറുകൈ അവളുടെ പിന്തലയിൽ പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവനെ ഒന്ന് എതിർക്കാൻ പോലും അവളുടെ കൈകൾ ഉയർന്നില്ല. അത്രയും വീര്യമായിരുന്നു അവൻ്റെ ചുംബനം. അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അവനെ മത്തുപിടിപ്പിച്ചു. അവൻ യാന്ത്രികമായി അവളെ മടിയിലേക്ക് എടുത്തിരുത്തി. അപ്പോഴും അവളുടെ ചുണ്ടിനെ മോചിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. മോചിതയാകാൻ അവളും തയ്യാറായിരുന്നില്ല. ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളെ മോചിപ്പിക്കുമ്പോൾ അവൾ കിതച്ചു പോയിരുന്നു. അവൾ അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖമമർത്തി ശ്വാസമെടുത്തു. അവളുടെ ശ്വാസനിശ്വാസങ്ങൾ അവൻ്റെ കഴുത്തിൽ പടർന്നതും അവൻ വീണ്ടും ബലമായി അവളുടെ മുഖം എടുത്തുകൊണ്ട് ചുണ്ടിലേക്ക് ചുംബിച്ചു തുടങ്ങി. വീണ്ടും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അഗ്നി ദേവയെ പരിസരം മറന്ന് ചുംബിക്കുകയായിരുന്നു. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഓരോ നിമിഷവും അവളിലെ പെണ്ണ് ഉണരുന്നത് അവൾ അറിഞ്ഞു. അവനെ എതിർക്കാൻ അവളുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളും ആ ചുംബനത്തിൽ ലയിച്ചു തുടങ്ങിയിരുന്നു. അമ്മേ.
അവൾ തൻ്റെ കുഞ്ഞു കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് വിളിച്ചതും ദേവ ബോധം വീണ്ടെടുത്തുകൊണ്ട് സർവ്വശക്തിയും എടുത്തവനെ തള്ളിമാറ്റി. അവൾ കിതച്ചു പോയിരുന്നു. അവനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമ്മേ! രുദ്ര വീണ്ടും വിളിച്ചതും അവൾ രുദ്രയെ നോക്കി. എടുക്കാനെന്ന ഭാവേന കൈകൾ നീട്ടിയിരിക്കുകയായിരുന്നു അവൾ. അവൾ അഗ്നിയെ നോക്കാതെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അവളുടെ ആ വെപ്രാളം കണ്ട് അവൻ ചിരിച്ചു. അവൾ രുദ്രയെ പല്ല് തേപ്പിച്ച് മുഖമൊക്കെ കഴുകിയതിനു ശേഷം റൂമിലേക്ക് വിട്ടു. അവൾ വാഷ് ബേസിന്റെ കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി. തനിക്ക് എന്താണ് സംഭവിച്ചത്? ആ ചുംബനങ്ങൾ എതിർക്കാൻ താനെന്താ ശ്രമിക്കാത്തത്? അതിന് വിധേയായി നിന്നുകൊടുത്ത് എന്തിനായിരുന്നു? കുറച്ച് ദിവസങ്ങളായി തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചിന്തിച്ചു. അവൾ മുഖമൊക്കെ കഴുകി കുളിക്കാനായി ഡ്രസ്സ് എടുക്കാൻ മുറിയിൽ വന്നതും അവൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. കുഞ്ഞെ, അച്ഛൻ ഓഫീസിൽ പോവാട്ടോ, വൈകിട്ട് നേരത്തെ വരാം, എന്നിട്ട് നമുക്ക് വെള്ളം കാണാൻ പോവാട്ടോ, അവൻ കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. വേഗം വരണേ, വേഗം വരാട്ടോ, കുഞ്ഞി അമ്മയെ വിഷമിപ്പിക്കല്ലേ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം, അമ്മയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. കേറ്റു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ കവളിൽ ചുംബിച്ചു. കുഞ്ഞിനെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ദേവയുടെ അടുത്തേക്ക് നടന്നു. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു നിന്നു. അവനവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. പോയിട്ട് വരാം, അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. താങ്ക്സ് ദേവ, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. രാവിലെ എനർജി തന്നതിന് എന്നും ഇതുപോലെ കിട്ടിയ കൊള്ളായിരുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി. ആദ്യമായിട്ടായിരുന്നു അവളെ കുറുമ്പോടെ അവൻ കാണുന്നത്. അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് അവളുടെ കവളിൽ തട്ടി. വൈകിട്ട് നേരത്തെ വരാം, ഞാൻ വന്നിട്ട് ഒരുങ്ങിയാൽ മതി, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. കുഞ്ഞെ, അച്ഛ പോവാണേ, അവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടിറങ്ങി. അവൻ പോയതും അവൾ കുഞ്ഞിനെ എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവളെ കുളിപ്പിച്ച് സുന്ദരിയായി ശേഷം കട്ടിലിരുത്തിക്കൊണ്ട് അവളും കുളിക്കാനായി കയറിയിരുന്നു. കുളിച്ചിട്ട് അവൾ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് സ്വയം നോക്കി. രാവിലത്തെ അവൻ്റെ കൂടെയുള്ള നിമിഷങ്ങളും അവൻ്റെ സംസാരമൊക്കെ ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അലമാരിയുടെ തട്ടിൽ നിന്നും സിന്ദൂരച്ചപ്പെടുത്തു. ഇന്ന് വരെ താനിത് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നവൾ ഓർത്തു. അവൾ അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് തൻ്റെ സിന്ദൂരരേഖ ആദ്യമായി ചുമപ്പിച്ചു. അവൾ കുഞ്ഞിനെയും കൊണ്ട് താഴേക്കിറങ്ങി. ഹാളിൽ മുത്തശ്ശിയും ചെറിയമ്മയൊക്കെ ഇരിപ്പുണ്ടായി. ഇന്ന് മോളുടെ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ടല്ലോ കാണാൻ, മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇന്ന് മോളുടെ മുഖത്തൊരു തിളക്കമൊക്കെ ഉണ്ട്, അമ്പിളിയും പറഞ്ഞു. ആതിരയും അമ്മയും അത് കേട്ടതും മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അമ്മേ, നോക്കിക്കേ, അവളുടെ മുഖത്തിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ, ഇന്നലത്തെ പോലെ ഒന്നുമല്ല, എന്തോ ഒരു തിളക്കം. ഇനി ഇന്നലെ രാത്രിയിലെങ്ങാനും അവളും അഗ്നിയേട്ടനും തമ്മിൽ? ആതിര സംശയത്തോട് ചോദിച്ചു. നീ അവളുടെ നെറ്റിയിലേക്ക് നോക്കിക്കേ, ഇവരെ അവള് സിന്ദൂരം ഇത്ര കട്ടിക്കിട്ടിട്ടില്ലല്ലോ, സരോജിനിയും പറഞ്ഞു. ശരിയാ, എന്തൊക്കെയോ ഉണ്ട്, ഇനി അവർ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയോ? ആതിരയും സംശയത്തോടെ നിന്നു. എന്താ മോളെ ഇത്രയും സന്തോഷം, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു. അത് കേട്ടവളുടെ മുഖം വാടി. മോളെ, ഞാൻ വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ല മുത്തശ്ശി, അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല മോളെ, എല്ലാവരും വിളിക്കും, മോള് വിഷമിക്കാതെ, അഗ്നി എന്തേലും ചെയ്തോളും, അമ്പിളി പറഞ്ഞു. ശരിയമ്മേ, അച്ഛമ്മ ഉമ്മ വെച്ചു. ഇത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദേവ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് രുദ്രയെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. അത് പിന്നെ ഇവൾക്ക് വിശക്കുന്നുണ്ടാവും, ഞാൻ ഫുഡ് കൊടുത്തിട്ട് വരാം, അവൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവളുടെ വെപ്രാളപ്പെട്ടുള്ള പോക്ക് കണ്ട് മുത്തശ്ശി അമ്പിളിയും പരസ്പരം നോക്കി ചിരിച്ചു. അമ്മേ, ആ കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ, അവളെ അഗ്നിയേട്ടൻ, അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലായി തുടങ്ങിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? ആതിര സംശയത്തോടെ ചോദിച്ചു. അതെ, അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ അധികാലം അവൾ ഇനി ഇവിടെ വാഴില്ല.